മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അളിയാ അളിയാ ഇവിടുന്ന് ഇവിടെ ഇവിടെ ആ അളിയോ ഓ അളിയാ ഓ എന്തളിയാ ഒന്നുമില്ലടാ. വണ്ടിക്ക് വണ്ടിക്ക് അളിയോ നാഞ്ഞ് മണത്തെ മണക്കാനാ? എന്തോ മണക്കണ്ടേ? മണക്ക് എന്താ മൂക്കളഞ്ഞിരിക്കുന്ന അളിയാ? ചെറുതായിട്ട്. എന്താടാ കാര്യം പറഞ്ഞീ? അല്ലേ ഓയിൽ ലീക്ക് ആവുന്നുണ്ടോന്നൊരു ഡൗട്ട്. ഓയിൽ ലീക്കാ വണ്ടിക്കോ? അളിയാ നീ വണ്ടി നശിപ്പിക്കൂ? ഏച്ചി പോണേ അവിടുന്ന്. ഭൂതം നിധിയാക്കും പോലെയാണ് വണ്ടി കൊണ്ടു കിടക്കുന്നത്. അല്ല പിന്നെ ഇതിപ്പോ എന്താ സ്റ്റാർട്ട് ആവണില്ല? സ്റ്റാർട്ടൊക്കെ അവിടെ ഉണ്ട്. ചെറിയൊരു മണം അടിച്ച് ഞാൻ ഇപ്പൊ നോക്കി, അത്രേ ഉള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. അളിയ അവിടെ പോയിട്ട് പറഞ്ഞു. അളിയാ ഒന്നേ, ഇവരല്ലേ ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്റെ ഒരു ഫ്രണ്ട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞോട്ടെ, നീ മറന്നുപോയതാ. എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. അവനെ എനിക്കൊരു സ്പെഷ്യൽ സാധനം തന്നു. എന്തൊരു സ്പെഷ്യൽ സാധനം? തിന്നാനുള്ള എല്ലാം തന്നെ? തിന്നാനുള്ളതല്ല, ഇത് കുടിക്കാനുള്ള സാധനം. കുടിക്കാനുള്ള സാധനം? സത്യം പറഞ്ഞാൽ അടിക്കാനുള്ള സാധനം. അടിക്കാനുള്ള സാധനം? കാണിക്കട്ടെ, കേട്ട് നോക്കട്ടെ. എന്തുവാ അത്? ഇപ്പൊ ആരോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ അടിക്കത്തില്ല. പിന്നെ പൂജിക്കാൻ വെക്കാനായിരിക്കും. ആളെ കൂട്ടല്ലേ? നീ ഒന്ന് സമാനപ്പെട്ടെ. ഇതെന്താണ്, ഞാൻ മദ്യപിക്കത്തില്ലല്ലോ അളിയാ. അയ്യോ ഇല്ല ഇല്ല ഇല്ല. അപ്പൊ ഞാൻ ഓർത്തേ, എനിക്കൊരു ഐഡിയ വന്നു. ഈ കുപ്പി നമുക്ക് മറച്ചു വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടുമല്ലോ. എടാ ഇത് ഫോറിൻ സാധനമാടാ, വിറ്റ് കഴിഞ്ഞാൽ 4000 രൂപയെങ്കിലും മിനിമം കിട്ടും. 4000 രൂപ ആണോ? അല്ല അളിയാ, ഇത് അങ്ങനെ മറച്ചു വെക്കാൻ പറ്റൂലല്ലോ, ലീഗലല്ലല്ലോ അത്. പക്ഷെ ഇത് ഫോറിൻ സാധനമാണല്ലോ. ഫോറിൻ സാധനം നമ്മൾ ഇഷ്ടത്തോടു കൂടി ഒരാൾക്ക് കൊടുക്കുന്നു. അപ്പൊ അവര് സ്നേഹത്തോടു കൂടി നമുക്കൊരു തുക തരുന്നു. അപ്പൊ ആ സ്നേഹത്തോടു കൂടി നമ്മൾ ആ തുക വാങ്ങുന്നു. ഇത്രയും ചിന്തിച്ചാൽ മതി. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ലളിയാ, സംഗതിയൊക്കെ ഓക്കെയാണ്. ഞാനിത് വിറ്റ് തരാം. എനിക്ക് എത്ര തരും? നീ വല്ല 100-500 രൂപ ഇടേ. എത്ര? 100-500 രൂപ തരാന്ന്. കുഴപ്പമില്ല. 4000 രൂപയുടെ സാധനം വിറ്റിട്ട് 4000 രൂപ കിട്ടുമ്പോ 500 രൂപ എനിക്ക് എടുത്തോ. അളിയാ ഒരു കാര്യം ചെയ്യണം. ദേ വാഴക്കാല ജംഗ്ഷനിൽ കൊണ്ട് ഒറ്റക്കിട്ടങ്ങ് വിൽക്കത്തേ ഉള്ളൂ. നിനക്ക് എത്ര വേണം? 50-50. അയ്യോ ഷുവർ? I am the sure. എന്നാ 2000 രൂപ തരാം. തരാടാ. ഉറപ്പ്. അപ്പൊ ഫ്രണ്ട്സിന് 2 വിളിക്കണം. സാധനം കേട്ടോ ഇത്. കൊണ്ടുവന്ന സാധനോ? എന്ത്? അല്ല മിഠായി. മിഠായിയെ ഞാൻ മേടിക്കാൻ മറന്നു. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് പോയിട്ട് മിഠായി മേടിച്ചോണ്ട് വരാം കേട്ടോ. അല്ല ഈ കവറിൽ എന്തുവാ? നമ്മുടെ ഈ കവറില് എന്ത് കളിയാ? ഇത് എവിടെ നിന്ന് വന്നല്ലേ? അയ്യോ ഒന്നുമില്ല. എങ്ങോട്ടാ? ജംഗ്ഷനിലോട്ടാ? വണ്ടിക്ക് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടെന്ന് നീ പറഞ്ഞില്ലടാ? വണ്ടിക്ക് മിസ്സിംഗ്. വണ്ടി സ്റ്റാർട്ട് ആവൂല. നീ എന്റെ ഓണാക്കി നോക്കിയേ. അത് ഞാൻ എണീറ്റ് ഞാൻ ഇവിടെ താഴെ എഞ്ചിൻ നോക്കിക്കൊണ്ടിരിക്കല്ലേ. അളി ഓൺ ചെയ്ത് നോക്ക്. അവനിപ്പം എണീക്കാൻ പറ്റത്തില്ല, ഞാൻ നോക്കാം. ആരെങ്കിലും നോക്കടേ. വാ വെറുതെ ഉള്ളതല്ലേ, വേറെ നോക്ക്.
അണ്ടാ സൗണ്ട് പോലും കേൾക്കണില്ല. എന്തോ ബാറ്ററി പോയോ? ബാറ്ററി ഡൗണോ എന്തോ ആണല്ലേ, കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ ശരിയല്ല. ശിവ നീ കയറിപ്പോ. അയ്യോ അത് പറ്റൂല. എന്താ പ്രശ്നം നോക്ക്. അത് പ്രശ്നം നമ്മൾ എത്ര നേരം നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ചിലപ്പോൾ 5 മണിക്കൂർ നോക്കേണ്ടി വരും. അതുകൊണ്ട് ശിവ നീ കയറിപ്പോ. ഒരു കാര്യം ചെയ്യ്, മെക്കാനിക്കിനെ മെക്കാനിക്കിനെ ഞങ്ങൾ വിളിച്ചോളാം. നീ ഇപ്പൊ കയറിപ്പോ കൊച്ചേ. മോള് ചെല്ലു മോളെ. എന്താണത് ഒരു കാര്യം പറഞ്ഞോണ്ടും പറഞ്ഞോണ്ട് മോളെ എന്ത് എനിക്ക് മോൾ ഉണ്ടാക്കി തരുന്ന ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ കൊതിയോ? ഒരു നാരങ്ങ ഉണ്ടാക്കി താ. പെട്ടെന്നൊരു സ്നേഹം. ചക്കര വാ, എന്റെ കൊച്ച അനുജത്തി കുട്ടി അല്ലെങ്കിൽ വന്നേ വാ. കൊണ്ട് പോളയാ. എന്താ എന്താ കുഴപ്പം നോക്കാൻ വണ്ടിയുടെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടോ ചേച്ചി? കൊണ്ട് വെക്കും ഒരു മനുഷ്യ. ഇത് എവിടെ വെക്കൂത്? എന്താ? വേറെ വിശേഷമൊന്നുമില്ലല്ലോ. വേറെ വിശേഷമൊന്നുമില്ല. എന്താ ഇപ്പൊ വന്നു കയറിയ ഉടനെ ഭാര്യനെ വിളിക്കണമെന്നൊന്നുമില്ലല്ലോ. എന്നാ നാരങ്ങള്ളം കുടി. നാരങ്ങൾ ഇത്ര ആർത്തിയോടെ കുടിക്കണേ. നാരങ്ങ വെള്ളം ആർത്തിയോട് കുടിക്കാൻ പാടില്ലെന്നല്ലോ ഉള്ളൂ. ശിവാനി ഇവിടെ അവളപ്പുറത്തൊക്കെ ഉണ്ട്. ലച്ചൂസേ, ഗൗരി അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞായിരുന്നോ? ഗൗരി അമ്മായി എന്ത് വന്ന് പറയാൻ? ഒന്നുമില്ല. അയ്യോ, മോൻ വൈകിട്ടേ വരത്തുള്ളൂ വിചാരിച്ച്. പിള്ളേര് പറഞ്ഞപ്പോഴേ അറിഞ്ഞത് മോൻ വന്നെന്ന്. ലച്ചു, പ്രത്യേകിച്ച് കറിയൊന്നും ഇരിപ്പില്ല. അതിന് പ്രത്യേകിച്ച് കറിയൊക്കെ ഉണ്ടാക്കണത്തിനാ? ഉള്ള കറിയൊക്കെ വെച്ച് ചോറ് കൊടുത്താൽ മതി. ഇവിടെ ആർക്കും പ്രത്യേകിച്ച് പരിഗണനയൊന്നും കൊടുക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും പ്രത്യേകിച്ച് പരിഗണന വേണോന്ന് ആവശ്യപ്പെട്ടോ? നീ ആവശ്യപ്പെട്ട് നോക്ക്, ഇപ്പൊ കിട്ടും. എന്റെ കൂട്ടുകാരനെന്ന് പറയുന്നു. സുഖമായിട്ടിരിക്കുന്നു. അവനൊരു ദിവസം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, ഫാമിലിയോടെ വരുവാനാ? ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീട്ടില് അച്ഛൻ, അമ്മ, ഒരു അനിയനും മാത്രമേ ഉള്ളൂ. അവനോട് തിരുമണം മുടിഞ്ഞതാ? തിരുമണം എന്ന് പറഞ്ഞാ കല്യാണം. കല്യാണം കഴിഞ്ഞിട്ട് ആള് സിംഗിളാ. ഭാഗ്യം, ഒരു കൊച്ചിന്റെ ജീവിതം അങ്ങനെ രക്ഷപ്പെട്ടല്ലോ. എന്താ? അല്ല, നിന്റെ അല്ലേ കൂട്ടുകാരൻ, കണക്കായിരിക്കും പറയായിരുന്നു. എന്തോന്നാ ലച്ചു ഇത്? എപ്പോഴും നിനക്ക് ഇങ്ങനെ കുത്തി കുത്തി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കണോ? അത് എന്നാ അവളെ കൂട്ടാമ പോനല്ല സിദ്ധു, അതോട് വരുത്തം കാമിക്കറാമ്മ. അതിന് എനിക്കെന്തോന്ന് വരുത്തം? അല്ലെങ്കിൽ ഇവന്റെ കൂട്ടുകാരെ കണ്ട് എനിക്കെന്താ കിട്ടാനാ? സിദ്ധു, നീ മധ്യാഹ്നം സാപ്പിടത്തേക്ക് ഇരിപ്പിയാ? അയ്യോ അമ്മ, മീനെല്ലാം ഇല്ലല്ലേ, എന്നെ ചെയ്വോ? ഒരു കാര്യം ചെയ്യ്, ആന്റി പാറമട ചാടി 5-6 മീനെ പിടിച്ച് വറുത്ത് കൊടുക്ക്. അയ്യോ, സിദ്ധുവിന് മീനില്ലാത്തോണ്ട് എന്തൊരു സങ്കടം. என்ன லட்சு கிண்டல் பண்ற? பாவல்ல, பசிச்ச வயிறால வந்திருக்கான். இப்படியெல்லாம் சொல்லாமா? കണ്ടോ, ആന്റിക്ക് മാത്രമേ എൻ്റെ അടുത്ത് സ്നേഹമുള്ളൂ. ലവ് യു ആന്റി. എന്തായാലും നമുക്ക് ഉള്ളത് വെച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാം. ശരി, വാ. അയ്യോ, കൊഞ്ചിച്ച് കൂട്ടിത്തരാൻ എത്ര പേരാണ്. ലച്ചൂസേ, അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. പിന്നെ എനിക്ക് ഭയങ്കര അസൂയാണ്. ചെല്ല്. നിന്റെ കൂട്ടുകാരൻ വന്നിട്ടൊന്നും തന്നില്ലേ? അല്ല, കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നോന്നല്ല പറഞ്ഞേ. അപ്പൊ ഗിഫ്റ്റ് ഒന്നും തന്നില്ലേന്ന്? ഇല്ല, ഒന്നും തന്നില്ല. ഇല്ല? നിന്റെ ചിരി ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തിത്തരാം. കോള് അളിയൻ എടുക്ക. ചുമ്മാ കറങ്ങി നടക്കാതെ ഞാനേ ഒരു 2 എണ്ണം പറയാല്ലേ. കണ്ടോ, ഡാളി എവിടെ നീ? ചുമ്മാ വീട്ടിൽ കയറാതെ കറങ്ങി നടക്കുമല്ലേ? എടാ, ഉത്തരവാദിത്തം വേണോടാ. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, മര്യാദയ്ക്ക് വീട്ടിൽ വരാൻ നോക്കി. എന്താ പറ്റി?
കേശോട്ടാ ഒന്ന് എണ്ണിച്ചു വന്നേ. എന്തോ ഇങ്ങനെ നടക്കുന്നേ? ഇങ്ങനെ ഈ നടു വേദന അപ്പൊ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തോണ്ടിരിക്കുന്നു. എന്തിനാ എണീറ്റ് വരേണ്ട ആവശ്യം? ഞാനൊരു പടം വരച്ചിട്ടുണ്ട്, അത് നോക്കാനാ. പിന്നെ വന്ന് നോക്കാം. ഒന്ന് എണ്ണിച്ചു വാ. നീ അത് മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് വാ. ഞാൻ മൊത്തം വരച്ച് കഴിഞ്ഞ് വാ. അതിനകത്ത് നീ വരയ്ക്കാൻ വിട്ടോ എന്തായാലും കാണും. ഇല്ല, നീ പച്ച കളറിന് പകരം ചുവന്ന കളർ ആയിരിക്കും ഇവിടെ എടുത്തടിച്ചേ. അയ്യോ ആ ആണ് ആണോ? ആണ് ആണ്. തന്നടി പോയി നോക്കടി. എവിടെ കൊണ്ടുപോയി എവിടെ എന്റെടാ ഇത്? നീ നിന്റെ അടി തന്നെ വെച്ചോണ്ടിരുന്ന എങ്ങനെ ശരിയാവുന്നേ? നീ അത് എവിടെയെങ്കിലും കൂടെ സേഫ് ആക്ക്. നീ പുറത്തെവിടെയും കൊണ്ട് വെക്കുന്നേ? പാറമട കൊണ്ടുവിടാനാ? ആ പാറമടയിലല്ല, പാറമടയിലല്ല. അവിടെ കുറെ പയ്യന്മാർ സെറ്റൊക്കെ വരുന്നല്ലേ. നീ വീടിന്റെ എവിടെയെങ്കിലും കോമ്പൗണ്ടിൽ കൊണ്ടുവെക്കേ. ആ ഞഞ്ഞിരിക്കും. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകം അറിയൂ, കനകാന്റെ തൂക്കാറങ്ങണ ദിവസമാണ്. കനകാന്റി തൂക്കാൻ ഇറങ്ങണ ദിവസം കറക്റ്റ് ഇന്ന് തന്നെ തൂക്കാറങ്ങും. അതിന്റെ എവിടെയൊക്കെ ഉണ്ട്. ആണോ? പിന്നെ ഇത് എവിടെ കൊണ്ട് വെക്കിപ്പോ? എവിടെ കൊണ്ടുപോയി വെക്കാം, എനിക്കെങ്ങനെ അറിയേ? என்னடா நீங்க ரெண்டு பேரும் பேசிட்டு இருக்கீங்க? ഞങ്ങളെ ഇവന്റെ ഓരോ ഭാവി പരിപാടി കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഭാവി പരിപാടി കാര്യമാ? என்ன കാര്യോടാ? சொல்லு. നമ്മളെ ഈ മധുരൈ மதுரை മധുരൈ மதுரைக்கா போறோமா? മധുരയ്ക്ക് പോറോം. சும்மா ஏமாத்த கூடாது. അല്ല അങ്ങനെയൊക്കെ നമ്മൾ ഏമാത്തോളയാ പറഞ്ഞോളയാ. ഏമാത്തതല്ല നമ്മള് പോവും. நிஜமா? ഇമ്മീഡിയറ്റ് പോവും. எப்போ? ഇമ്മീഡിയറ്റ്. அம்மா சிவா மதுரைக்கு போறோம். സോഫയുടെ അടിയിൽ വെച്ചാലോ? സോഫ അടി വെച്ചാൽ ഞഞ്ഞായിരിക്കാം. കുരിപ്പുള്ളതാണ് ഈ വീട്ടിൽ അറിഞ്ഞൂടെ. അവള് വല്ലതും കണ്ടു കഴിഞ്ഞാൽ പൊങ്കാലയായിരിക്കും. നീ അത് അവിടെ നിന്ന് എടുത്ത് മാറ്റടാ. ഇതെങ്ങനെയുണ്ട്? ഞാൻ പറയൂലല്ലോ. എന്താണ് അളിയനും ഇങ്ങനെ ഇരിക്കണ? അളിയനും എന്തുകൊണ്ടെന്ന് അറ്റത്തറ്റത്തായിട്ടിരിക്കണ? അതെ, അളിയനും എനിക്കേ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോ വയറ് നിറയെ ഗ്യാസ്. അപ്പൊ ഓർത്ത് ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്ന്. എന്തോന്ന് ഗ്യാസ് വയറ് എന്തോ വശപ്പശ കൊണ്ടല്ലോ. അത് ഗ്യാസ് ആയതുകൊണ്ട് അമ്മായിക്ക് തോന്നുന്നതാ. നല്ല വശവശ കൊണ്ട്. എന്തായാലും അളിയന്റെ സമയം ശരിയല്ലെന്ന് തോന്നുന്നു. അതെ, ഒട്ടും ശരിയല്ല. അതുകൊണ്ട് അമ്മായി ഇവിടെ നിന്ന് അമ്മായിയുടെ സമയം ഇവിടെ ശരിയല്ല. അതാവും. ഇതിനാ നമുക്ക് വെറുതെ എവിടെങ്കിലും കൊണ്ട് വെക്കടാ. എവിടെ കൊണ്ടുപോയി വെക്കാം. ഈ പേര് മാറ്റിയോട് കേട്ടോ. എന്താ അമ്മൂമ്മ? നീ എവിടാ? ഞാൻ ഇവിടെ ഉണ്ട് അമ്മൂമ്മ. ഇവിടെ വരും. എടാ പിന്നെ പടവലത്തുനിന്ന് ഉമേഷ് വിളിച്ചായിരുന്നു. അവിടെ തേങ്ങ വെട്ടാൻ ആള് വന്ന് തേങ്ങ വെട്ടിയിട്ടേക്കുന്നത് എന്തോ ചെയ്യണോന്ന് ചോദിച്ചു. കൊണ്ടുപോയി കളയാൻ പറ. സാധാരണ നമ്മള് തേങ്ങ വെട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യാറ്? അവിടെ ചായപ്പ് വാരിയിടും. പിന്നെ ഇത്തവണ മാത്രം എന്തിനാണ് മാറ്റം? അവിടെ തന്നെ കൊണ്ടുപോയി ഇടാൻ പറ. എന്തായാലും നീ നാളെ അങ്ങോട്ടൊന്ന് പോണം. പോവാ. എനിക്ക് ദേവിതാ വണ്ടിക്ക് അടിക്കാനുള്ള പെട്രോളിന്റെ കാശ് തന്നാ മതി. കാശൊക്കെ ഞാൻ തരാം. ശരി. രണ്ടുപേരും കൂടെ പരിപാടി. നിങ്ങളുടെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു. സന്തോഷായില്ലേ? സന്തോഷം. ഈ ജാഥയ്ക്ക് വരുമ്പോ എല്ലാം കൂടെ എങ്ങോട്ടാ വരുന്നേ? എടാ ഞാൻ പറഞ്ഞത് നീ കേട്ടോ? പോവാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അങ്ങോട്ട് മാറ്. പൊക്കോ. കേശേ എവിടെ പോകുന്ന ആരും കേട്ടില്ല. വണ്ടി ശരിയായ? ഓ ശരിയായിടി. എന്തായിരുന്നല്ലോ വണ്ടിക്ക് പ്രശ്നം? വണ്ടിക്ക് എന്തായിരുന്നു പ്രശ്നം? വണ്ടിക്ക് നമ്മുടെ ജലദോഷം. വണ്ടിക്ക് ജലദോഷം. അത് അവന് വയറ്റിൽ നിറച്ച് ഗ്യാസ് കയറിയിരിക്കുക. ചിലപ്പോ ലീക്കായാലോ? അതെ ചിലപ്പോ പറയാൻ പറ്റില്ല. എനിക്ക് ഗ്യാസ് കയറി ഇരിക്കാടി. എനിക്കും ഗ്യാസ് അളയനും ഗ്യാസ്. നീ നടുക്ക് കയറി ഇരിക്കാതെ അങ്ങോട്ടോ മാറിയിരിപ്പോ. ഞങ്ങളുടെ വയറൊന്ന് കറക്റ്റാക്കാൻ വേണ്ടിട്ടേ കുടിക്കാൻ എന്തെങ്കിലും തരാൻ പറ്റുമോ? അത് കനകാന്റെ അടുത്ത് പറഞ്ഞാൽ മതി. വല്ല രസത്തില് ഭസ്മവും കലക്കി തരും. ഇപ്പൊ സെറ്റ് ചെയ്ത് തരാം. ശിവ നീയും ചെല്ല്. രസത്തിൽ വല്ല ഭസ്മവും കലക്കപ്പോ.
എന്റെ പൊന്നടാ, ഇതിനി എന്റെ കൈ വെച്ചോണ്ടിരുന്ന ശരിയാവില്ല. അളിയന്റെ റൂമിൽ വെക്കട്ടാ. എന്റെ റൂമിലോ? കട്ടിലടി. അവിടെ വെക്കില്ല സീനാവും. ചിലപ്പോ എനിക്ക് അടിക്കാൻ തോന്നും. ആ അളെ എല്ലാരും പോയെന്ന് നോക്കി. എല്ലാരും പോയി. ഉറപ്പല്ലേ? ഇനി ഇത് എന്റെ കയ്യിൽ വെച്ചോണ്ടിരുന്ന ശരിയാവില്ല. പിടിച്ചേ, പിടിയല്ല അളിയന്റെ കയ്യിൽ. അത് എനിക്കൊന്നും പറഞ്ഞൂടാ. അളിയ എന്താ ഇല്ല. എന്താടാ? എന്താ ഞാൻ അങ്ങോട്ട് വെച്ചെന്താന്ന്? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ കിടന്നാലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഞാൻ ആലോചിക്കുന്ന കിടന്നൂടി. അല്ല, നമ്മൾ ആലോചിച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യാൻ. എന്താ ഇത് കള്ളത്തരം? എന്ത് കള്ളത്തരം? എന്ത് കള്ളത്തരം? അല്ല, എന്തോ ഒരു വശവശക്കുള്ള പോലെ. വശപ്പശക? എന്താ വശപ്പശക? ഒന്നുമല്ലടി. എന്താടി? ശരിക്കൊന്നുമില്ല. ഒന്നുമില്ല, സീരിയസ്. എന്നാ കിടന്നു. ആ കിടന്നു. കിടക്ക്. കിടന്നോടി. നീ കിടന്നോ? കിടന്നു. വരുതാ. ശരിക്കും കളത്തരൊന്നുമില്ല. എടാ അളിയ എവിടെ? എടാ സാധനം ഞാൻ സേഫ് ആക്കി നിന്റെ മുറിക്കകത്തോട്ട് വെച്ചിട്ടുണ്ട്, നീ പേടിക്കണ്ട. പക്ഷേ അത് ഒരുപാട് നേരം അവിടെ ഇരിക്കുന്നത് സേഫ് അല്ല. നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, നമുക്കത് മാറ്റണം. ഓക്കെ? ഓക്കെടാ. പറഞ്ഞു. ചേട്ടൻ എവിടെ പോയേക്കുവായിരുന്നു? ചേട്ടൻ എവിടെ പോയേക്കുവായിരുന്നു? ചേട്ടാ ഫ്രണ്ടിനെ കാണാൻ പോയത് മക്കളെ. അളിയൻ കൊറേ പ്രാവശ്യം വിളിച്ചായിരുന്നു കേട്ടോ. ആരെ? ചേട്ടനെ. വിളിച്ചായിരുന്നു. ഞാൻ എടുത്തായിരുന്നു. മകളെ പാറ്, നീ കൊറേ നേരമായിട്ട് വിട്ടിരുന്ന് വരയ്ക്കാണാ? ആളെ പാറ് പേരുന്ന് വരച്ചൂടെ? എന്തിന്? അതിപ്പം ഇവിടെ എടീ പാറുവേ, ഇത് നമ്മള് കൊറേ നേരം ഇങ്ങനെ ഇരുന്ന് വരച്ചാലേ നമ്മളെ പെടലി വേദന എടുക്കും. എനിക്ക് വേദന എടുക്കുന്നില്ലല്ലോ. ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോൾ വേദന എടുക്കും. ഇപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ എണീറ്റിട്ട് നേരെ അങ്ങ് അപ്പുറം എവിടെയെങ്കിലും പോയിട്ട് ചെയറിലിരുന്നിട്ട് വിരിഞ്ഞിരുന്ന് വരയ്ക്കുക. ഇപ്പൊ എനിക്ക് വേദന എടുക്കുന്നില്ലല്ലോ. ഇപ്പൊ വേദന എടുക്കുന്നില്ലേ? കുറച്ച് കഴിയുമ്പോ വേദന എടുക്കും. ഏച്ചി പോ പാറു, എനിക്ക് കുറച്ചു നേരം കിടക്കണം. സാറേ എവിടെയായിരുന്നു? എപ്പ എത്തി? ഇപ്പൊ വന്നു. നിനക്ക് ഗ്യാസ് മാറിയായിരുന്നോ? അളിയന്റെ വയറ്റില് ഗ്യാസ് ആന്ന് പറഞ്ഞില്ലേ? അതിന് വേണ്ടിയിട്ട് കനകാരി എന്തോ ഒരു പൊടിക്കൈ ഉണ്ടായി കൊടുത്ത്. എടാ ശരിക്കും വർക്കായടാ. നിനക്കെടുക്കട്ടെ ഒരു ഗ്ലാസ്? എന്റെ ഗ്യാസ് പോയി നിൽക്കുകയാണ് എന്റെ പൊന്ന് ശിവ. ഒരു കുഴപ്പമില്ല, ഗ്യാസ് ഒക്കെ മാറി. ആണോ? മാറി. അയ്യോ, അതിപ്പോ എന്താ ചെയ്യാ? അല്ല ഉണ്ടാക്കി വെച്ചത് നീ കുടിക്ക് പോയി ചെല്ല്. നിനക്ക് ഗ്യാസ് മാറിയില്ലേ? മാറിയടി. ആ അടുക്കളയില് കനകാണ്ടി നല്ല സുടാ വാഴക്കപ്പം ഉണ്ടാക്കുന്നുണ്ട്, വാ കഴിക്കാം. വാഴക്കപ്പം ഉണ്ടാക്കിയാ? എന്നെ നീ ഇപ്പൊ കൊല്ലും. ഞാൻ പോയി തിന്നട്ടെ. ഇത് നിനക്ക് വേണ്ടേ? എടി അവള് പോയത് മൊത്തം നീർക്കും. ചെല്ലങ്ങോട്ട്. അയ്യോ എനിക്ക് എവിടെ കൊണ്ടേ വെച്ചേക്കണം? എടാ ദുഷ്ടാ, നീ എനിക്ക് പോസ്റ്റ് തന്നിട്ട് പോയല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ അത് പിടിച്ചോണ്ട് ഇവിടെ നിൽക്കായിരുന്നു. എന്നിട്ട് ഞാനിവിടെ പെടാനാ?
ഇപ്പൊ അത് എന്ത് ചെയ്തത്? ഇവിടെ വെച്ചെന്ന് പറഞ്ഞ സാധനം കാണാനില്ല. സാധനം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കാര്യങ്ങളൊക്കെ എന്തായാലും പറ. അത് ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്. എങ്ങനെ? ഞാൻ ഭാസ്യങ്ങളെ കണ്ട് സംസാരിച്ച് അങ്കിള് സാധനം എടുത്തോളാന്ന് പറഞ്ഞു. എടുത്തോന്ന് പറഞ്ഞാ? ഇപ്പൊ നിലവിലെ കയ്യിൽ 2500 രൂപയുള്ളൂ. ബാക്കി പൈസ പിന്നെ തരാൻ പറഞ്ഞു. ബാക്കി പൈസ പുള്ളി തരുവാടാ. തരിവളി അല്ലെങ്കിൽ നമുക്ക് അടിച്ചു പിടിച്ച് മേടിക്കുക. ഉറപ്പല്ലേ? വേറൊരു കാര്യമുണ്ട്. സാധനം നമുക്ക് പാറമഴയുടെ സൈഡിലോട്ട് കൊണ്ടുപോയി കൊടുക്കണം. പാറമടയുടെ സൈഡിൽ കൂട്ടി കൊടുക്കണം. അതൊന്നും പറ്റുന്നില്ല. പുള്ളിയോട് വേണമെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ. എന്റെ പൊന്നളിയ, ഞാനാണത് പറഞ്ഞത്. അവിടെ കൊണ്ടുവന്ന സാധനം തരാന്ന്. ഭാസ്യങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ കണ്ടകശനിക്ക് സാധനം കൊണ്ട് അങ്കിളിന്റെ അടുത്ത് കൈമാറുന്നത് ഈ വീട്ടിൽ ആരെങ്കിലും കണ്ടാലുണ്ടല്ലോ റിസ്കാന്നോ, തലവെട്ടും. അതെ, ഇപ്പം ഒരു കാര്യം ചെയ്യും, സാധനം എടുത്ത് മാറ്റണ്ടേ? സാധനം കൊണ്ടുപോണ്ടേ? അലയോടെ പോയി നോക്കി ആരെങ്കിലും വരുന്നുണ്ടോന്ന്. എന്താ ഇതിന്റെ ഊരൊക്കെയാണ് കൊണ്ടുവന്ന് വെക്കണം. കണ്ടോ നീ അത്? പിന്നല്ല അതാണ്ടിരിക്കണ്. അവിടെ എന്താ വെച്ചാ കുഴപ്പം? ആ കൊച്ചുവല്ല എത്തി നോക്കിയായിരുന്നെങ്കിൽ ഇത്ര നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇതുവരെ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. പിടിച്ചില്ലല്ലോ. അതെ, ഇത് പിടിച്ചേ. ഇല്ല, ഓടൂല, പിടി. ഓടൂലല്ലേ, പിടി കളിയാ. പിടിക്കേ പിടി കളിയാ. എന്താടാ സാധനം ഇതാ. ഇതാവുമ്പോ കുഴപ്പമില്ല, ഇടിപ്പിരിക്കട്ടെ. ഓക്കെ അല്ലേ? അറിയില്ലല്ലേ? നോക്ക്, കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ലടാ. ബാക്കിൽ എന്താടാ ഒരു അതല്ലേ അതല്ലേ ഒന്നുമില്ല. പോട്ടെ. இப்படி திரும்ப என்னடா இப்படி நிக்கிற? ഗ്യാസ്. அப்படின்னா சித்துக்கு கொடுத்த ஜூஸ் எடுக்கட்டா? വേണ്ട, ഇപ്പൊ വേണ്ട. നടന്നു കഴിയുമ്പോ മാറിക്കോളൂ. டேய், சூடான வாழைக்கப்பம் ഉണ്ടാക്കി വെച്ചിരിക്കേണ്ടാ, உனக்கு வேண்டாமா? എനിക്കൊന്നും വേണ്ട. என்னடா கேசு இது, உனக்கு தானே வாழைக்கப்பம் ரொம்ப பிடிக்கும். ആന്റി, ഇവന്റെ ഗ്യാസ് എല്ലാം കറക്റ്റ് ആയി കഴിഞ്ഞിട്ട് ഇവൻ വാഴക്കപ്പം കഴിച്ചോളൂ. ഇപ്പൊ വേണ്ട. വേണ്ട, അത് ഞാൻ പോവും. ആന്റി പൊക്കോ, ആന്റി പൊക്കോ, പൊക്കോ. എങ്ങോട്ടാ? ഫ്രണ്ടിനെ കാണാൻ. ഏത് ഫ്രണ്ടിനെ കാണാൻ? എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും ചേച്ചിക്ക് അറിയൂ. ഇല്ല, രണ്ടിന്റെ മുഖത്തൊരു കള്ളലക്ഷണം. എന്താ ലച്ചു ഇത്? അവന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്നു, അതിന് നിനക്കെന്താ? അടാ അളിയാ, നീ പോയി കണ്ടിട്ട് വന്നേ. എനിക്ക് പോകാൻ പറ്റില്ല, സൈഡിൽ കൂടെ നോക്കിയാ കാണും. അല്ല, എന്താ എല്ലാരും കൂടെ പുറകെ? നിന്റെ ഫോണല്ലേ അടിക്കുന്നത്? അതവിടെ കിടന്ന് അടിക്കട്ട്. ആസ്യങ്ങളാണോ? ഞാൻ പോയി എടുത്തോണ്ട് വരാം. എന്നാ ഞാൻ പോയി എടുക്കാം. ഞാൻ എടുത്തിട്ട് ഈ അളിയന്റെ ഒരു കാര്യം, കുടിക്കാനുള്ള വെള്ളം അരയെ വെച്ചോട്ടങ്ങ് പോവും, അത് ചില്ലു കുപ്പിയിൽ. എന്താടാ ഇങ്ങനെ? കുടിക്കാനുള്ള വെള്ളം? അയ്യോ, അമ്മൂമ്മ ക്ലീൻ ചെയ്തേക്ക്. നീ കുടിക്കാൻ വെച്ച വെള്ളത്തിന് എത്ര ഒരു നാറ്റം? മാറ്റോ? ടാങ്കിൽ എലി ചത്തിട്ട് ആ വെള്ളം കുപ്പി പിടിച്ചപ്പോ അങ്ങനെ. കേസോ, ഇത് വന്ന് സരക്കോട് സ്മെല്ല് താ. ശരിയാണല്ലോ. എന്താടാ ഇത്? മദ്യോ? എന്നെ
എന്റെ പൊന്ന് ചേച്ചി എനിക്കൊന്നും അറിഞ്ഞൂടാ, സത്യമായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. അളിയന്റെ ഏതൊരു ഫ്രണ്ട് അളിയൻ ഏതോ ഒരു കുപ്പി കൊടുത്തു. അപ്പൊ ആ കുപ്പി കൊണ്ടുവന്ന് അളിയൻ എന്റെ അടുത്ത് പറഞ്ഞു, എടാ മക്കളെ ഇത് വിറ്റ് കഴിഞ്ഞാൽ 4000 രൂപ ഇട്ട് നമുക്ക് വിൽക്കാന്ന്. മാത്രമല്ല 50% എനിക്ക് തരാന്ന് പറഞ്ഞു, 2000 രൂപ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വള്ളി കേസിന് കൂടെ വന്നത്. അല്ലാതെ ഇത് ഞാൻ അറിഞ്ഞുകൊണ്ടും ചെയ്തല്ലേ. എന്റെ പൊന്ന് ചേച്ചി ക്ഷമിക്കണേ. ലച്ചുസ ഞാനും വേണമെങ്കിൽ കാലി പിടിക്കാം. നിക്കടാ. അപ്പൊ ഇത് ഒളിപ്പിക്കാനായിരുന്നല്ലേ രണ്ടും കൂടി ഇവിടെ ഒന്ന് തിത്തിത്താര കളിച്ചത്? കയ്യിൽ മദ്യക്കുപ്പിയായിരുന്നെന്ന് ഓൾറെഡി പറയാൻ പാടില്ലായിരുന്നോ? അതിനെനിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നല്ലോ. 4000 രൂപ പോയപ്പോ സമാധാനമായില്ലേ? മണ്ടന്മാര്. മരമണ്ടന്മാര്. നാഷണൽ വേസ്റ്റ്. മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.